നമസ്കാരം. ഇന്നത്തെ സ്റ്റോക്ക് മാർക്കറ്റ് വിശകലനത്തിലേക്ക് ഏവർക്കും സ്വാഗതം. വിപണിയിൽ ഇന്ന് അതീവ നാടകീയമായൊരു ദിവസമായിരുന്നു. രാവിലെ വലിയ തകർച്ചയിൽ തുടങ്ങിയ വിപണി ക്ലോസിംഗ് സമയമായപ്പോഴേക്കും അത്ഭുതകരമായ തിരിച്ചുവരവാണ് നടത്തിയത്. നഷ്ടങ്ങളെല്ലാം നികത്തി വിപണി പച്ചപ്പിൽ അവസാനിച്ചു. എന്നാൽ യഥാർത്ഥ ഞെട്ടിക്കുന്ന വാർത്തകൾ വരുന്നത് പുറത്തുനിന്നാണ്. സ്വർണ്ണവില 1.8 ലക്ഷം രൂപയെന്ന അവിശ്വസനീയമായ റെക്കോർഡിലെത്തിയിരിക്കുന്നു. രൂപയുടെ മൂല്യം ചരിത്രത്തിലെ ഏറ്റവും താഴ്ന്ന നിലയായ 92ലേക്ക് കൂപ്പുകുത്തി. ഇതിനിടയിൽ വോഡാഫോൺ ഐഡിയയുടെ 45,000 കോടിയുടെ വമ്പൻ പദ്ധതിയും ഇക്കണോമിക് സർവേയിലെ നിർണായക വിവരങ്ങളും പുറത്തുവന്നിട്ടുണ്ട്. ഈ വാർത്തകൾ നിങ്ങളുടെ പോർട്ട്ഫോളിയോയെ എങ്ങനെ ബാധിക്കും? നമുക്ക് വിശദമായി പരിശോധിക്കാം. വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുൻപ് ഒരു ചെറിയ കാര്യം. വിപണിയിൽ ദിവസേനയുള്ള പ്രധാനപ്പെട്ട അപ്ഡേറ്റുകൾ നിങ്ങളിലേക്ക് എത്തിക്കാൻ ഞങ്ങൾ ശ്രമിക്കുന്നുണ്ട്. അത് നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്താൻ ഇപ്പോൾ തന്നെ ആ ലൈക്ക് ബട്ടൺ ഒന്ന് അമർത്തുക. അതുകൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇനി നമുക്ക് പ്രധാന അപ്ഡേറ്റുകളിലേക്ക് കടക്കാം. ഇന്നത്തെ വിപണിയുടെ പ്രകടനം നമ്മളൊന്ന് ആഴത്തിൽ വിശകലനം ചെയ്യേണ്ടതുണ്ട്. രാവിലെ വിപണി മാർക്കറ്റ് ഓപ്പൺ ചെയ്ത ശേഷം താഴോട്ട് പോയിരുന്നു. ഫെഡ് റിസർവ് പലിശ നിരക്കുകളിൽ മാറ്റം വരുത്തിയില്ല എന്ന വാർത്തയും ആഗോള വിപണിയിലെ അനിശ്ചിതത്വവും നിക്ഷേപകരിൽ ആദ്യം ഭയം സൃഷ്ടിച്ചു. എന്നാൽ താഴ്ന്ന ലെവലുകളിൽ നിന്ന് ശക്തമായ ബയിങ് നടക്കുന്നതാണ് പിന്നീട് നമ്മൾ കണ്ടത്. ഒരു ശക്തമായ റിക്കവറി നടത്തിക്കൊണ്ട് നിഫ്റ്റിയും സെൻസെക്സും 0.3% നേട്ടത്തിലാണ് ക്ലോസ് ചെയ്തത്. ഈ തിരിച്ചുവരവിന് ചുക്കാൻ പിടിച്ചത് പ്രധാനമായും മെറ്റൽ സെക്ടറാണ്. ടാറ്റ സ്റ്റീൽ, ഹിൻഡാൽകോ, വേദാന്ത തുടങ്ങിയ വമ്പൻ മെറ്റൽ ഓഹരികളിൽ ഇന്ന് വലിയ മുന്നേറ്റം ദൃശ്യമായി. ആഗോള വിപണിയിൽ കമ്മോഡിറ്റി വിലകൾ ഉയരുന്നതാണ് മെറ്റൽ ഓഹരികൾക്ക് ഊർജ്ജം നൽകിയത്. നിഫ്റ്റി മെറ്റൽ ഇൻഡെക്സ് ഇന്ന് വിപണിയെ ഒറ്റയ്ക്ക് താങ്ങി നിർത്തി എന്ന് വേണം പറയാൻ. ബാങ്കിംഗ് ഓഹരികൾ തുടക്കത്തിൽ അല്പം ക്ഷീണം കാണിച്ചെങ്കിലും മെറ്റൽ ഓഹരികളുടെ കരുത്തിൽ വിപണി പിടിച്ചുനിന്നു. ഇത് വിപണിയുടെ അടിത്തറ ശക്തമാണ് എന്നതിന്റെ സൂചനയാണ് നൽകുന്നത്. ഡിപ്സുകൾ വാങ്ങാൻ നിക്ഷേപകർ തയ്യാറാകുന്നു എന്നത് ശുഭകരമായ കാര്യമാണ്. ഇന്നത്തെ ഏറ്റവും വലിയ വാർത്ത കമ്മോഡിറ്റി മാർക്കറ്റിൽ നിന്നാണ്. സ്വർണ്ണവില കുതിച്ചുയരുകയാണ്. MCXൽ 10 ഗ്രാം സ്വർണ്ണത്തിന് 1.8 ലക്ഷം രൂപയെന്ന് ചരിത്ര റെക്കോർഡിലാണ് വ്യാപാരം നടക്കുന്നത്. വെള്ളിയാകട്ടെ കിലോയ്ക്ക് 4 ലക്ഷം രൂപയും കടന്നു. എന്താണിതിന് കാരണം? പ്രധാനമായും ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻസ് ആണ്. ഇറാനുമായുള്ള സംഘർഷങ്ങൾ വീണ്ടും ശക്തമായതോടെ സുരക്ഷിത നിക്ഷേപം അഥവാ സേഫ് ഹേവൻ എന്ന നിലയിൽ എല്ലാവരും സ്വർണ്ണത്തിലേക്ക് ഓടുകയാണ്. ഇതേ കാരണം കൊണ്ട് ക്രൂഡ് ഓയിൽ വിലയും ഉയരുന്നുണ്ട്. ഇവിടെ നമ്മൾ ആശങ്കപ്പെടേണ്ട മറ്റൊരു കാര്യമുണ്ട്: രൂപയുടെ തകർച്ച. ഡോളറിനെതിരെ രൂപയുടെ മൂല്യം 92 എന്ന ഓൾ ടൈം ലോയിലേക്ക് വീണു. അമേരിക്കൻ കേന്ദ്ര ബാങ്കായ ഫെഡറൽ റിസർവ് പലിശ നിരക്കുകളിൽ മാറ്റം വരുത്തിയില്ല എന്ന വാർത്തയും. ബജറ്റിന് മുന്നോടിയായി പുറത്തുവന്ന ഇക്കണോമിക് സർവേ 2025-26 നിർണായകമായ ചില നിരീക്ഷണങ്ങളുണ്ട്. ഇന്ത്യയുടെ വളർച്ചയിൽ സർവീസ് സെക്ടർ ഒരു നട്ടെല്ലായി മാറിയിരിക്കുകയാണ്. ആഗോളതലത്തിൽ സാമ്പത്തിക അനിശ്ചിതത്വങ്ങളുണ്ടെങ്കിലും ഇന്ത്യയുടെ സേവന മേഖല പിടിച്ചുനിൽക്കുന്നു. മറ്റൊരു പ്രധാന നിർദ്ദേശം ഗിഗ് വർക്കേഴ്സിനെക്കുറിച്ചാണ്. സൊമാറ്റോ, സ്വിഗ്ഗി, ഊബർ തുടങ്ങിയ പ്ലാറ്റ്ഫോമുകളിൽ ജോലി ചെയ്യുന്നവർക്ക് മിനിമം പെർ ടാസ്ക് ഏണിംഗ്സ് വേണമെന്നാണ് സർവേ ശുപാർശ ചെയ്യുന്നത്. അവരുടെ വരുമാനത്തിലെ അസ്ഥിരതയും ലോൺ ലഭിക്കാനുള്ള ബുദ്ധിമുട്ടും സർവേ എടുത്തുപറയുന്നു. ഇത് നടപ്പിലാക്കിയാൽ ഇത്തരം പ്ലാറ്റ്ഫോം കമ്പനികളുടെ ചെലവ് കൂടാൻ സാധ്യതയുണ്ട്. അതവരുടെ ഓഹരി വിലയെയും ബാധിച്ചേക്കാം. ഇനി കോർപ്പറേറ്റ് വാർത്തകളിലേക്ക്. വോഡാഫോൺ ഐഡിയ ഓഹരിധാരകർ ശ്രദ്ധിക്കേണ്ട ഒരു വാർത്തയാണിത്. കമ്പനി അടുത്ത 3 വർഷത്തിനുള്ളിൽ 45,000 കോടി രൂപയുടെ കാപെക്സ് അഥവാ മൂലധന നിക്ഷേപം നടത്താൻ പദ്ധതിയിടുന്നു. നിലനിൽപ്പിനപ്പുറത്തേക്ക് വളർച്ചയാണ് ലക്ഷ്യമെന്ന് ചെയർമാൻ KM ബിർള വ്യക്തമാക്കി. EBITDA 3 ഇരട്ടിയായി വർദ്ധിപ്പിക്കാനാണ് അവരുടെ പ്ലാൻ. 5G വിന്യാസത്തിനും നെറ്റ്വർക്ക് മെച്ചപ്പെടുത്താനുമായിരിക്കും ഈ തുക ഉപയോഗിക്കുക. മറുവശത്ത് ജില്ലറ്റ് ഇന്ത്യയും മികച്ച പ്രകടനം കാഴ്ചവെച്ചു. ഗ്രൂപ്പിംഗ് പ്രോഡക്റ്റുകളുടെ ഡിമാൻഡ് കൂടിയതോടെ അവരുടെ ലാഭത്തിൽ വൻ കുതിച്ചുപോട്ടാണ് ഉണ്ടായിരിക്കുന്നത്. ചുരുക്കത്തിൽ വിപണി പച്ചപ്പിലാണെങ്കിലും സ്വർണ്ണവിലയിലെയും രൂപയുടെ മൂല്യത്തിലെയും മാറ്റങ്ങൾ സമ്പദ്വ്യവസ്ഥയെ സ്വാധീനിക്കും. ബജറ്റ് അടുത്തിരിക്കുന്നതിനാൽ വരും ദിവസങ്ങളിൽ വിപണിയിൽ ചാഞ്ചാട്ടം പ്രതീക്ഷിക്കാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നന്ദി, നമസ്കാരം.